विश्वजनीनं विश्वदमन्दं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिൽ നിന്നമൃതായി പകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ प्यारे बच्चों नमस्ते। आज की हिंदी कक्षा में सबका हार्दिक स्वागत है। तो हम जिस गली में मैं रहता हूँ पाठ पढ़ रहे थे। ये किसकी रचना है? मिर्ज़ा गालिब की रचना है। मिर्ज़ा गालिब कौन है? मिर्ज़ा गालिब प्रसिद्ध उर्दू कवि थे, है ना। स्वतंत्रता संग्राम के समय दिल्ली वालों को बहुत सारी कठिनाइयाँ सहनी पड़ी। तो उसकी एक झलक हमें इस डायरी में मिलती है। അപ്പം സ്വാതന്ത്ര്യ സമരകാലത്ത് ഡൽഹി നിവാസികൾക്ക് നേരിടേണ്ടി വന്ന കഷ്ടതകളുടെ ഒരു വിവരണം നമുക്ക് ഈ ഡയറിയിൽ കാണാൻ കഴിയും. അപ്പം നമ്മൾ എവിടം വരെയായിരുന്നു പഠിച്ചത്? मिर्ज़ा गालिब, उनके बच्चे, उनके नौकर और उनके पड़ोसियों को गिरफ्तार करके कर्नल ब्राउन नाम का एक अफसर के सामने पेश किया गया, है ना। जब कर्नल को पता चला कि मिर्ज़ा गालिब एक कवि है तो उन्होंने गालिब, उनके परिवार तथा उनके पड़ोसियों को भी रिहा कर दिया. അപ്പോൾ അവിടെ വരെയായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി നമുക്ക് ബാക്കിയൊന്ന് നോക്കാം. हम दिल्ली वाले ने तो किसी तरह अपने प्राण बचा लिए, मगर मैं उन हज़ारों अभागे दिल्ली वालों के बारे में क्या कहूँ जो हवालात और कैद खाने में बंद कर दिए गए थे। जेल शहर से बाहर थी और हवालात दिल्ली के भीतर। इन दोनों ही जगहों में बेशुमार बेगुनाहों को ठूस ठूस कर भर दिया गया था। इस कदर भर दिया गया कि लगता था आदमी के अंदर आदमी समाया जा रहा हो। सांस लेने में भी दिक्कत हो रही थी। इन दोनों ही कैद खानों के बंदियों को बाद में फांसी दे दी गई। नहीं मालूम कितने लाख लोग मार डाले गए। हम गली वाले ने तो किसी तरह अपने प्राण बचा लिए. അപ്പം ഞങ്ങൾ ഈ തെരുവിൽ ഉണ്ടായിരുന്നവർ, തെരുവ് നിവാസികൾ, കിസി തര അപ്പനെ പ്രാൺ തോ ബച്ചാലിയെ, ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തി. മഗർ, മഗർ എന്ന് പറഞ്ഞാൽ ലേക്കിൻ എന്നാണ് അർത്ഥം. മേ ഉൻ ഹസാറോ അഭാഗെ ദില്ലി വാലോ കെ ബാരെ മേ ക്യാ കഹും, ഞാൻ ആ ആയിരക്കണക്കിന്, ഹസാറോ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന്, അഭാഗ എന്ന് പറഞ്ഞാൽ ഭാഗ്യഹീനരായ എന്നാണ് അർത്ഥം. അപ്പം ഞാൻ ആ ആയിരക്കണക്കിന് ഭാഗ്യഹീനരായ ഡൽഹിക്കാരെ പറ്റി ക്യാ കഹും, എന്തു പറയും. ജോ ഹവാലാത്ത് ഓർ ഖൈദ് ഖാനെ മെ ബന്ദ് കർ ദിയേ ഗയേ ഥേ, അവരെവിടെ അടയ്ക്കപ്പെട്ടിരുന്നു? ഹവാലാത്ത് ഓർ ഖൈദ് ഖാനെ മേ. ഹവാലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കസ്റ്റഡി എന്നാണ്, ലോക്കപ്പ്. അതുപോലെ ഖൈദ് ഖാന, ഖൈദ് ഖാന എന്ന് പറഞ്ഞാൽ ജയിൽ എന്നാണ്. അപ്പം ലോക്കപ്പിലും ജയിലിലും അടയ്ക്കപ്പെട്ടിരുന്ന ആ നിർഭാഗ്യവാന്മാരായ ആയിരക്കണക്കിന് ഡൽഹി നിവാസികളെ പറ്റി ഞാൻ എന്തു പറയാൻ. ജയിൽ ഷെഹർ സെ ബാഹർ ഥി ഓർ ഹവാലാത്ത് ദില്ലി കെ ഭീത്തർ. അപ്പോൾ ഈ ജയില് ഡൽഹി എന്ന പട്ടണത്തിന് പുറത്തായിരുന്നു. ഷെഹർ സെ ബാഹർ ഥി, ഷെഹർ സെ ബാഹർ എന്ന് പറഞ്ഞാൽ പട്ടണത്തിൽ നിന്ന് പുറത്തായിരുന്നു. ഓർ ഹവാലാത്ത് ദില്ലി കെ ഭീത്തർ. അതേസമയം ഈ ലോക്കപ്പുകളൊക്കെ എവിടെയായിരുന്നു? അതൊക്കെ ഡൽഹിക്കുള്ളിലായിരുന്നു. അതേസമയം ലോക്കപ്പൊക്കെ ഡൽഹി പട്ടണത്തിന് ഉള്ളിലുമായിരുന്നു. ഭീത്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നാണ്, ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നാണ്. ഇൻ ദോനോ ഹി ജഗഹോമേ, ഈ രണ്ട് സ്ഥലങ്ങളിലും ബേശുമാർ ബേഗുണാഹോക്കോ, ബേശുമാർ എന്ന് പറഞ്ഞാൽ അനേകം എന്നാണ്. ബേശുമാർ ബേഗുനാഹോക്കോ, ബേഗുനാഹ് എന്ന് പറഞ്ഞാൽ നിരപരാധികൾ എന്നാണ്. ഗുനാഹ് എന്ന് പറഞ്ഞാൽ തെറ്റ് എന്നാണ് അർത്ഥം, അപരാധം. ബേഗുനാഹ് എന്ന് പറഞ്ഞാൽ അപരാധം ചെയ്യാത്തവർ, നിരപരാധികൾ എന്നാണ്. അപ്പോൾ ബേശുമാർ ബേഗുനാഹോ കോ ഠൂസ് ഠൂസ് കർ ഭർ ദിയാ ഗയാ ഥ.
ठूस ठूस कर भरना എന്ന് പറഞ്ഞാൽ കുത്തി കുത്തി നിറയ്ക്കുക. നമ്മൾ പറയില്ലേ കുത്തി നിറയ്ക്കുകയെന്ന് എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റാക്കി നിറയ്ക്കുന്നതിനാണ് കുത്തി നിറയ്ക്കുക എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ ജയിലുകളിൽ ലോക്കപ്പുകളിലും ആയിരക്കണക്കിന് നിരപരാധികളെ കുത്തി നിറച്ചിരിക്കുകയായിരുന്നു. കുത്തി നിറച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ കപ്പാസിറ്റിയേക്കാളും ഒത്തിരി അധികം ആൾക്കാരെ അതിനകത്ത് തടവിലിട്ടിരിക്കുകയായിരുന്നു. ഇസ് കദർ ഭർ ദിയാ ഗയ, ഇത്തരത്തിലായിരുന്നു നിറച്ചിരുന്നത്, അല്ലെ ഇങ്ങനെയായിരുന്നു നിറച്ചിരുന്നത്. എങ്ങനെ? കി ലക്താഥ, തോന്നുമായിരുന്നു, ആദ്മി കെ ഭീത്തർ ആദ്മി സമായ ജാ രഹാ ഹോ, അത്ര ടൈറ്റായിട്ടാണ് നിറച്ചിരുന്നത്. ഒരാളുടെ ഉള്ളിലേക്ക് വേറൊരാളെ കയറ്റി വെച്ചിരിക്കുന്നത് പോലെയായിരുന്നു ആൾക്കാരെ കുത്തി നിറച്ചിരുന്നത്. സാസ് ലേനെ മേ ഭി ദിക്കത്ത് ഹോ രഹി ഥി, ശ്വാസം വലിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. ദിക്കത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. ഇൻ ദോനോ ഹി ഖൈദ് ഖാനോ കെ ബന്ദിയോ കോ ബാദ് മേ ഫാസി ദേ ദി ഗയി, ഈ രണ്ട് ജയിലുകളിലെയും തടവുകാരെ, ബന്ദി എന്ന് പറഞ്ഞാൽ തടവുകാരൻ എന്നാണ് അർത്ഥം, ഈ രണ്ട് ജയിലുകളിലെയും തടവുകാരെ ബാദ്മേ പിന്നീട് എന്ത് ചെയ്തു? ഫാസി ദേ ദി ഗയി, ഫാസി ദേന എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലുക എന്നാണ്. അപ്പോൾ ഈ രണ്ട് ജയിലിലെയും തടവുകാരെ പിന്നീട് തൂക്കിക്കൊന്നു. നഹി മാലൂം, നഹി മാലൂം എന്ന് പറഞ്ഞാൽ അറിയില്ല. കിത്തനെ ലാഖ് ലോഗ് മാർ ഡാലേ ഗയേ, ലാഖ് എന്ന് പറഞ്ഞാൽ ലക്ഷം എന്നാണ്. കിത്തനെ ലാഖ് ലോഗ് മാർ ഡാലേ ഗയേ, അറിയില്ല എത്ര ലക്ഷം ആൾക്കാരാണ് കൊല്ലപ്പെട്ടതെന്ന്. दिल्ली में अब कुछ ही हजार लोग बचे होंगे, बाकी सब अंग्रेजों के गुस्से का शिकार हो गया. बचे सिर्फ वे जो दिल्ली से भाग गए. वे लोग खुशकिस्मत थे, वरना उन्हें भी फांसी दे दी जाती. दिल्ली में रहना ही उन दिनों मानो अपराध हो गया था. दिल्ली में अब कुछ ही हजार लोग बचे होंगे. ബച്ചന എന്ന് പറഞ്ഞാൽ റിമെയിൻ ചെയ്യാന്നാണ്, ശേഷിക്കുക എന്നാണ്, അവശേഷിക്കുക എന്നൊക്കെ അർത്ഥം. വളരെ കുറച്ച് 1000 ആൾക്കാർ മാത്രമേ അവിടെ ശേഷിക്കുന്നുള്ളൂ. ബാക്കി സബ്, ബാക്കി എല്ലാവരും അംഗ്രേസോ കെ ഗുസ്സേ കാ ശിക്കാർ ഹോ ഗയ, ഇംഗ്ലീഷുകാരുടെ ഗുസ്സേ കാ ശിക്കാർ ഹോ ഗയ. ഗുസ്സേ കാ ശിക്കാർ ഹോന എന്ന് പറഞ്ഞാൽ കോപത്തിൻ്റെ ഇരകളാവുക എന്നാണ്. ഗുസ്സ എന്ന് പറഞ്ഞാൽ കോപം, ശിക്കാർ എന്ന് പറഞ്ഞാൽ ഇര. അപ്പോൾ ബാക്കി എല്ലാവരും ഇംഗ്ലീഷുകാരുടെ കോപത്തിന് ഇരകളായി എന്ന് പറഞ്ഞാൽ അവർ കൊല്ലപ്പെട്ടു. ബച്ചേ സിർഫ് വേ, ബാക്കി ഉണ്ടായിരുന്നവർ ഇവർ മാത്രമാണ്. ആര്? ജോ ദില്ലി സെ ഭാഗ് ഗയേ, ഡൽഹിയിൽ നിന്ന് ഓടിപ്പോയവർ മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. വേ ലോഗ് ഖുഷ് കിസ്മത്ത് ഥേ, ആ ആൾക്കാർ ഭാഗ്യവാന്മാരായിരുന്നു. ഖുഷ് കിസ്മത്ത് എന്ന് പറഞ്ഞാൽ ഭാഗ്യവാന്മാരായിരുന്നു. വർന, അല്ലായിരുന്നെങ്കിൽ ഉനേ ബി ഫാസി ദേ ദി ജാതി, അവരെയും തൂക്കിക്കൊല്ലുമായിരുന്നു. ദില്ലി മേ രഹ്നാ ഹി ഉൻ ദിനോ മാനോ അപരാധ് ഹോ ഗയാ ഥാ, ഡൽഹിയിൽ താമസിക്കുക എന്ന് പറയുന്നത് തന്നെ അന്നത്തെ കാലത്ത് ഒരു തെറ്റ് പോലെയായിരുന്നു, ഒരു അപരാധം പോലെയായിരുന്നു, അല്ലെങ്കിൽ ഒരു കുറ്റം പോലെയായിരുന്നു. കാരണം ഡൽഹി നിവാസികളെയൊക്കെ പിടിച്ച് ചുമ്മാ തൂക്കിക്കൊല്ലുവാണ്, നിരപരാധികളായ ആൾക്കാരെ. അപ്പം എന്താണ് നമുക്ക് തോന്നുന്നത്? ഡൽഹിയിൽ താമസിക്കുന്നതാണ് കുറ്റമെന്ന്. മേരി പെഹചാൻ കാ ഏക് ഭിസ്തി ഥാ चिराग अली, बेहद सीधा आदमी. रोज़ सुबह शाम नहर का पानी अपनी मशक में भरता और अल्लाह के गुण गाता हुआ सड़कों को सींचा करता. खाने के लिए जो भी रूखी सूखी मिल जाती उसी को गले के नीचे उतार अपने में मग्न रहता. एक रोज़ दिल्ली के बड़े हाकिम हडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे, चिराग अली सड़क सींच रहा था. उसने हडसन साहब को सलाम नहीं किया, ईश्वर के गुण गाता रहा. हडसन साहब को जो गुस्सा आया, उन्होंने अपनी तलवार से अभागे चिराग अली का पेट चीर डाला और उसकी लाश दिल्ली दरवाजे पर टांग दी. इन्हीं हडसन साहब ने बादशाह बहादुर शाह सफ़र के दोनों बेटों शहजादा फसल और मिर्ज़ा अबू बकर का भी खून कर उनके सिर दिल्ली दरवाजे पर लटका दिए थे. हडसन को हिंदुस्तानियों का खून करने में बड़ा मज़ा आता था. മേരി പെഹചാൻ കാ ഏക് ഭിസ്തി ഥാ, എനിക്ക് പരിചയമുള്ള ഒരു ഭിസ്തി. ഭിസ്തി എന്ന് പറഞ്ഞാൽ വാട്ടർ കാരിയർ എന്നാണ്, വെള്ളം കൊണ്ടുപോകുന്നയാളാണ്, വെള്ളം ചുമന്ന് കൊണ്ടുപോകുന്നയാൾ. ഉസ്കാ നാം ക്യാ ഥാ? ചിരാഗ് അലി. तो उस भिस्ती का नाम है चिराग अली. चिराग अली कौन था? चिराग अली एक भिस्ती था. बेहद सीधा आदमी, വളരെ നല്ല മനുഷ്യൻ. റോസ് സുബഹ് ഷാം,
ഡെയിലി സുബഹ് ഷാം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ. നഹർ കാ പാനി, നഹർ എന്ന് പറഞ്ഞാൽ കനാലിന്, തോടെന്നൊക്കെയാണ് അർത്ഥം. കനാലിലെ വെള്ളം അപ്പനി മശക് മേ ഭർത്ത, മശക് എന്ന് പറഞ്ഞാൽ തുകൽ സഞ്ചിയാണ്. ഈ ലെതർ കൊണ്ടുണ്ടാക്കിയ ഒരു ബാഗാണ് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. മശക് മേ ഭർത്ത और अल्लाह के गुण गाता हुआ सड़कों को सींचा करता. അള്ളാഹ് का ഗുൺ ഗാന എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നാണ്. ദൈവത്തെ ഇങ്ങനെ പ്രൈസ് ചെയ്തുകൊണ്ട് സടക്കോ കോ സീഞ്ചാ കർത്ത, സടക് സീഞ്ചന ഹെ ഇസ് ഭിസ്തി കാ കാം. ചിരാഗലി ക്യാ കർത്താ ഹെ? ചിരാഗലി സടക് സീഞ്ചാ കർത്താ ഥാ. ഈ റോഡ് നനയ്ക്കുക, റോഡ് നനച്ചു കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പണി. എന്തിനായിരിക്കും റോഡ് നനയ്ക്കുന്നത്? പൊടിയുടെ ശല്യം ഇല്ലാണ്ടിരിക്കാൻ അല്ലേ? അപ്പോൾ അള്ളാഹ് കെ ഗുൺ ഗാത്താ ഹുവ സടക്കോ കോ സീഞ്ചാ കർത്ത, സീഞ്ചന എന്ന് പറഞ്ഞാൽ നനയ്ക്കുക എന്നാണ് കേട്ടോ. ഖാനെ കെ ലിയെ ജോ ബി റൂഖി സൂഖി മിൽ ജാതി, ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും റൂഖ സൂഖ, എന്തെങ്കിലും ഉണങ്ങിയത് കിട്ടിയാൽ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധാരണ ഭക്ഷണം എന്തെങ്കിലും കിട്ടിയാൽ ഉസീ കോ ഗലേ കെ നീച്ചെ ഉത്താർ, അതിനെ കഴുത്തിൻ്റെ താഴേക്ക് ഇറക്കും എന്ന് പറഞ്ഞാൽ അത് കഴിക്കും. ഓർ അപ്നെ മേ മഗ്ന രഹത്ത, അപ്നെ മേ മഗ്ന രഹന എന്ന് പറഞ്ഞാൽ ഒതുങ്ങിക്കൂടി കഴിയുക. വേറെ ആരുമായിട്ടും വലിയ ബന്ധമൊന്നുമില്ല, എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ അതും കഴിച്ച് സ്വയം ഒതുങ്ങിക്കൂടുന്ന ഒരു മനുഷ്യൻ. ഏക് റോസ്, ഒരു ദിവസം ദില്ലി കെ ബഡേ ഹാക്കിം, ഡൽഹിയിലെ വലിയ ഗവർണർ ഹഡ്സൺ സാഹബ്, ഹഡ്സൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സാഹബ് എന്ന് പറഞ്ഞാൽ സർ എന്നുള്ള അർത്ഥമാണ്. ഹഡ്സൺ സാഹബ് ജബ് സടക് സെ അപ്നെ ഘോഡെ പർ സവാർ ഹോക്കർ നിക്കൽ രഹേ ഥേ, റോഡിൽ കൂടി തൻ്റെ കുതിരപ്പുറത്ത് ഇങ്ങനെ പോവുകയായിരുന്നു. ചിരാഗ് അലി സടക് സീഞ്ച് രഹാ ഥ, ചിരാഗ് അലി ക്യാ കർ രഹാ ഥ? वो सड़क सींच रहा था, അയാൾ റോഡ് നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസ്നെ ഹഡ്സൺ സാഹബ് കോ സലാം നഹി കിയ, അദ്ദേഹം ഹഡ്സൺ സാഹിബിനെ വിഷ് ചെയ്തില്ല, സലാം സാഹബ് എന്ന് പറഞ്ഞില്ല. ഈശ്വർ കെ ഗുണ ഗാത്താ രഹ, അദ്ദേഹം ഇങ്ങനെ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നു. ഹഡ്സൺ സാഹബ് കോ ജോ ഗുസ്സ ആയ, ഹഡ്സൺ സാഹിബിന് പെട്ടെന്ന് ദേഷ്യം വന്നു. ഉനോനെ അപ്നി തൽവാർ സെ, അദ്ദേഹം തൻ്റെ വാള് കൊണ്ട്, തൽവാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡാണ്, വാള് കൊണ്ട് അഭാഗെ ചിരാഗ് അലി കാ പേട്ട് ചീർ ഡാല, ആ പാവം ചിരാഗ് അലിയുടെ പേട്ട്, പേട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കാണ്, വയറ്. ചീർ ഡാല, ചീർന എന്ന് പറഞ്ഞാൽ കീറുക, വയറ് കുത്തി കീറി തൻ്റെ വാള് കൊണ്ട്. ഓർ ഉസ്കി ലാസ്, അവൻ്റെ ശവം, ചിരാഗ് അലിയുടെ ശവം, ലാസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിയാണ്. ദില്ലി ദർവാസെ പർ ടാങ്ക് ദി, അപ്പം ഡൽഹിയുടെ ഒരു ഗേറ്റ് ഉണ്ട്, അവിടെ തൂക്കി. ഇനി ഹഡ്സൺ സാഹബിനെ, ഇതേ ഹഡ്സൺ സാഹിബ് തന്നെയാണ് ബാദ്ഷാ ബഹദൂർ ഷാ ജഫർ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ ജഫറിൻ്റെ ദോനോ ബേട്ടോ, രണ്ട് മക്കളായ ഷഹസാദ ഫസൽ, രാജകുമാരൻ ഫസലിൻ്റെയും ഓർ മിർസ അബൂബക്കർ, അപ്പം ഫസലും മിർസ അബൂബക്കറും ഈ ബഹദൂർ ഷാ ജഫറിൻ്റെ രണ്ട് മക്കളായിരുന്നു. അവരെ രണ്ടുപേരെയും ഖൂൺകർ, കൊന്നിട്ട്, ഉനക്കെ സിർ, അവരുടെ തല ദില്ലി ദർവാസെ പർ ലട്കാ ദിയേ ഥേ, ഡൽഹി ഗേറ്റിൽ, ഡൽഹി പട്ടണത്തിൻ്റെ വാതിക്കൽ കെട്ടി തൂക്കിയിട്ടിരുന്നു. ലട്ടക്ന എന്ന് പറഞ്ഞാൽ തൂക്കിയിടുക എന്നാണ്. ഹഡ്സൺ കോ ഹിന്ദുസ്ഥാനിയോ കാ ഖൂൺ കർനെ മേ ബഡാ മജാ ആത്താ ഥാ, ഈ ഹഡ്സൺ സാഹിബിന് ഇന്ത്യക്കാരെ കൊല്ലുന്നതിൽ എന്തോ ഒരു ഭയങ്കര രസം കിട്ടുന്നുണ്ടായിരുന്നു. മസ ആന എന്ന് പറഞ്ഞാൽ രസം തോന്നുക എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പാഠമാണ്, എന്നാൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എളുപ്പമാണ്. കാരണം ഇതിനകത്ത് ഒത്തിരി നമുക്ക് പുതിയ വാക്കുകളൊക്കെ പഠിക്കാനുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, കുറേ പുതിയ വാക്കുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ 4-5 ആവർത്തി ഈ പാഠം വായിക്കണം. ഇത് വായിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള പാഠമാണ്. നമുക്ക് പരിചയമില്ലാത്ത ഒത്തിരി വാക്കുകൾ ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വായിക്കുക, നോട്ടൊക്കെ എഴുതി പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹം അഗ്ലി കക്ഷാ മേ മിലേംഗെ. ധന്യവാദ്. അൽവിദ.